Good morning. Good morning. Good morning, Miss. Morning. Morning. സ്ക്രീൻ കാണാമോ? Yes. എന്താ സുഖാണോ എല്ലാവർക്കും? മോർണിംഗ്. പക്ഷെ നമുക്ക് കേറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് കുട്ടികളോട് കേറിയിട്ട് തുടങ്ങും. ശരണ്യ. Good morning.
ഓക്കെ, ലേണിംഗ് അറിയാം. കേൾക്കാമോ എല്ലാവർക്കും? ഗുഡ് മോർണിംഗ്. ക്ലിയർ ആയിട്ട് കേൾക്കാമോ? PDF കാണാമോ? കാണാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. Patient rights and responsibilities തുടങ്ങും. Patient rights and responsibilities ആണ് എടുത്തുകൊണ്ടിരുന്നത്. Yes. ഇതില് purpose of informed concerns ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതില് പർപ്പസിൽ നമ്മൾ 3 പർപ്പസിലൂടെയാണ്, 3 കോണ്ടെക്സ്റ്റിലൂടെയാണ് ഈ പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ ഇൻഫോർമഡ് കൺസേണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത്. ലീഗലായിട്ട്, എത്തിക്കലായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞായിരുന്നു. അതിന്റെ എക്സ്പാൻഡഡ് എക്സ്പ്ലനേഷൻസ് ആണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശ്രദ്ധിച്ചതിലേക്ക് മനസ്സിലാവുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, യെസ്. എന്നിട്ട് വായിച്ചു തരാം. എന്നിട്ട് സിമ്പിൾ പോയിന്റ്സ് ആയിട്ട് എനിക്ക് പറഞ്ഞുതരാം. ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രം വായിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ തരും, അത് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇൻഫോർമൽ കൺസേണുമായി ബന്ധപ്പെട്ട ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The concept of philosophical pursuits, the modern legal precedent for the simple concern was written in 1914, establishing a patient's right to determine what shall be done with his body. The further obligation for the physician to disclose details about treatment in the process of informed consent did not emerge until the 1950s. Okay, first വരുന്നത് നോക്കി. ഇവിടെ ഒരു ഫിലോസഫിക്കൽ പെർസെപ്റ്റ്സ് അനുസരിച്ചിട്ട് സിമ്പിൾ കൺസേൺ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് എന്താണ്? 1914 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ മുതൽ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 1914 അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1940 എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? അതായത് 1914 നമ്മളുടെ എന്താ സിമ്പിൾ കൺസേൺ എന്നൊരു ആശയം അല്ലെങ്കിൽ ഒരു നിയമം ആരംഭിച്ചത്. 1914 സിമ്പിൾ കൺസേൺ എന്ന നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ സിമ്പിൾ കൺസേൺ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും റൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഏത് റൈറ്റ്സ് ആയിരിക്കും അവിടെ ഉൾപ്പെടുന്നത്? റൈറ്റ് ടു ഡിറ്റർമിൻ വാട്ട് ഷാൽ ബി ഡൺ വിത്ത് ഹിസ് ബോഡി എന്നാണ്. എസ്റ്റാബ്ലിഷിംഗ് എ പേഷ്യൻസ് റൈറ്റ്സ് ടു ഡിറ്റർമിൻ വാട്ട് ഷാൽ ബി ഡൺ വിത്ത് ഹിസ് ബോഡി. 1914 ഈ ഒരു നിയമം അനുശാസിക്കുന്നതിന്റെ പ്രകാരം ആദ്യത്തെ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? രോഗിക്ക് തന്റെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് അല്ലെ, രോഗിക്ക് തന്റെ ശരീരത്തെ കുറിച്ച് തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു അവകാശം ഈ ഒരു 1940 സിമ്പിൾ കൺസേണുമായി ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഓക്കെ, 1940 സിമ്പിൾ കൺസേണിന്റെ നിയമപ്രകാരം എന്താണ് ഉദ്ദേശിക്കുന്നത്? രോഗിക്ക് തന്റെ ശരീരത്തെ കുറിച്ചും അല്ലെങ്കിൽ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കാനുള്ള, ഡിസിഷൻ എടുക്കാനുള്ള അവകാശം ഈ ഒരു നിയമം അനുശാസിക്കുന്നു. ക്ലിയർ? ഓക്കെ, ഈ ഒരു നിയമപ്രകാരം തന്നെ ഫിസിഷ്യൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്റെ രോഗിയേക്ക് അല്ലെ, തന്റെ രോഗിയുടെ അവസ്ഥ എന്താണെന്നും ആ രോഗിയുടെ ചികിത്സയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് എന്താണ് വിശദാംശങ്ങൾ രോഗികൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നും ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അതായത് ആ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് അല്ലെ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സും
അല്ലെങ്കിൽ ഒരു റൈറ്റ്സിൽ ഈ 1914 ഈ ഒരു നിയമപ്രകാരം അനുശാസിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇതിലുള്ള ചികിത്സയുടെ വിശദാംശങ്ങൾ ഡോക്ടർ രോഗിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. ക്ലിയർ? യെസ്. ഇനി അപ്പൊ 1914 ഇത് അത്ര വലിയ നിർബന്ധമായിരുന്നില്ല. 14 ഈ ഒരു നിയമം വന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടർ വെളിപ്പെടുത്തണം എന്ന് അനുശാസിച്ചിരുന്നെങ്കിൽ പോലും അത് എല്ലായ്പ്പോഴും അത് നടന്നിരുന്നില്ല. പക്ഷെ 1950s ഒക്കെ ആയപ്പോ ഒരു 1950ക്ക് ശേഷമാണ് എന്താ ഈ ഒരു നിയമം കർശനമായിട്ട് വരാൻ തുടങ്ങി. അതായത് കോടതി കോടതി നിർബന്ധമാക്കാൻ തുടങ്ങി. അതായത് രോഗിയെ കുറിച്ചിട്ടുള്ള രോഗാവസ്ഥയും ചികിത്സാ രീതിയെ കുറിച്ചിട്ടും ഡോക്ടേഴ്സ് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു നിയമം നിർബന്ധമാക്കിയത് ഏത് കാലഘട്ടത്തിലാണ്? 1950s കേട്ടോ. 1915s when court first required physician to disclose information customarily disclosed by experienced clinicians. Reasonable physician standard. എന്താണ് reasonable physician standard എന്ന് പറയുന്നത്? അതായത് എന്താണ് reasonable physician standard എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താ? അതൊക്കെ പറയാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ട്. പറഞ്ഞേ. ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? 1950s എന്താണ് നമ്മൾ നിർബന്ധമാക്കിയെന്നാണ് പഠിച്ചത്. 1950s വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ, ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഫിസിഷ്യൻസ് നിർബന്ധിതരാകണം, അല്ലെങ്കിൽ നിർബന്ധമാക്കി അല്ലെ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്. അതിൽ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എക്സാമ്പിൾ ആണ് റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു സാധാരണ വ്യക്തിക്ക് പേഷ്യന്റിന്റെ അവസ്ഥയല്ല, ഒരു സാധാരണ വ്യക്തിക്ക് അറിയേണ്ട വിവരങ്ങൾ രോഗിയോട് പറയണം എന്നാണ് അത് റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് എന്താണോ അറിയേണ്ടത് അത് അത്രത്തോളം അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്ത് റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, it was not until 1975 the American courts articulated the reasonable person standard, which required that physician disclose information that a reasonable person would I want to know in a similar situation. ഓക്കെ, ഇവിടെ സെയിം അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? റീസണബിൾ പേഴ്സൺ എന്ന് പറയുന്നത് എന്തിനെയാണ് ഇവിടെ? റീസണബിൾ, അതായത് 1975 അമേരിക്കൻ കോർട്സുകൾ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ ചികിത്സയ്ക്ക് തൊട്ട് മുൻപായിട്ട് തന്നെ എന്താണ് ആ പേഷ്യൻസിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് അവരുടെ ചികിത്സ കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. യെസ്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ 1975 റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് എന്ന കോൺസെപ്റ്റ് വന്നത് കേട്ടോ. 1975 റീസണബിൾ പേഴ്സൺ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. 1914 സിമ്പിൾ കൺസേൺ എന്ന ആശയം അല്ലെങ്കിൽ ആ റൈറ്റ്സ് വന്നത്. 1950s എന്ത് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന ആശയം വന്നത്. 1975 എന്ത് റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് അവതരിപ്പിച്ചത്. ഓക്കെ, ആ 3 ഇയേഴ്സ് മനസ്സിലായോ പിള്ളേരെ? 3 ഇയേഴ്സ് മനസ്സിലായോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച 1914 എന്തായിരുന്നു? 1914 എന്ത് നിയമമാണ് കൊണ്ടുവന്നത്? 1914 സിമ്പിൾ കൺസേൺ അല്ലെ? സിമ്പിൾ കൺസേൺ എന്ന ആശയം ആരംഭിച്ചു. 1950s എന്ത് സംഭവിച്ചു? 1950s എന്താണ്? 1950s ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് വന്നു അല്ലെ? കോർട്സ് ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള അവകാശം. 1975 എന്താണ് വന്നത്? 1975 റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് അല്ലെ? റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് അവതരിപ്പിച്ചു. ഈ 3 വർഷവും മറന്നു വരിക കേട്ടോ. ഓക്കെ, ഈ 3 വർഷവും നോട്ട് ചെയ്ത് വയ്ക്കാം. 14, 15 and 75. ഇവിടെ വരെയും ക്ലിയർ അല്ലേ? Yes. Regardless of the criteria used, informed consent is further predicted on the patient's or surrogate's capacity to make decision
Not only should the decision maker understand the relevant information, he or she should also able to appreciate the information, importance and use great treatment options in light of their values. Okay. ഇവിടെ സിമ്പിൾ കൺസേണിന്റെ നിയമപരമായിട്ടുള്ള മറ്റൊരു വശമാണ് പറയുന്നത്. അതായത് ഒരു ഇൻഫോംഡ് കൺസേൺ നൽകുന്നതിന് മുമ്പ് രോഗിക്ക് എന്താണ് തീരുമാനം എടുക്കാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കും അല്ലെ. കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ് പക്ഷെ ആൾക്ക് തീരുമാനം എടുക്കണമെന്നുണ്ടോ? ആൾക്ക് തീരുമാനം ഡിസിഷൻ എടുക്കാനൊരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ ഒരു നിയമപ്രകാരം ഈ രോഗാവസ്ഥയെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ, അതായത് സിമ്പിൾ കൺസേണുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഓക്കെ. അതില്ലെന്നാണെങ്കിൽ എന്താണ് പല രീതിയിൽ കോംപ്ലിക്കേഷൻ ആ പേഷ്യൻസിന് തന്നെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോ ഡോക്ടേഴ്സ് പറയുന്ന അതേപോലെ ചിലപ്പോൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാത്തതുകൊണ്ട്, അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു രോഗത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഡിസിഷൻ എടുക്കാന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ലൈഫിൽ എന്ത് കാര്യത്തിലാണെങ്കിലും എന്താണ് ഡിസിഷൻ എടുക്കാനായിട്ടൊരു കപ്പാസിറ്റി നമുക്ക് വേണം. എടുക്കുന്ന തീരുമാനം ഒരിക്കലും എപ്പോഴും തെറ്റാൻ പാടില്ല അല്ലെ. ശരിയല്ലേ? നമ്മള് ആ മമത മോഹൻദാസ് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ തുലാസിൽ വെച്ച്, മമത മോഹൻദാസ് അല്ല വേറെ കുട്ടി, ജീവിതത്തിന്റെ തുലാസിൽ വെച്ച് നമ്മൾ അളക്കുന്ന സമയത്ത് തെറ്റിപ്പോയെന്ന് തോന്നാൻ പാടില്ല അല്ലെ. തീരുമാനങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ്. നമ്മൾ അളന്ന് നോക്കുമ്പോ അത് തെറ്റി എന്ന് തോന്നരുത്. തെറ്റിപ്പോയെന്ന് വിചാരിച്ചാൽ പിന്നെ അത് പുറകിലേക്ക് എടുത്തു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പൊ എന്താണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ കേട്ടോ. അപ്പൊ തീരുമാനം എടുക്കാനായിട്ടുള്ള കഴിവ് പേഷ്യൻസിന് ഉണ്ടായിരിക്കും. മെറിനെ എവിടെയാണ്? 10:47 ഗുഡ് മോർണിംഗ്. മെറിൻ അതേപോലെ തന്നെ പാലിച്ചിട്ട് ഇടക്ക് നല്ലോണം ക്ലാസ്സിൽ വൈകുന്ന കുട്ടിയാണ്. കോൺവൊക്കേഷൻ വലിയാണ് വന്നത് അല്ലേ മെറിനെ? വെക്കേഷന്റെ ലാസ്റ്റ് മെറിനാണ് തോന്നുന്നത്. ഞാൻ ലാസ്റ്റാണ് മെറിനെ കണ്ടത്. ഹോസ്പിറ്റലായിരുന്നോ? ഓക്കെ, ശരിയാണോ? കുഴപ്പമില്ല, വെറുതെ ചോദിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ എന്ത് ലേറ്റ് അല്ല, അങ്ങനൊന്നുമില്ല. നമ്മുടെ H22 എപ്പോഴും വൈകി വന്നിരുന്നത് ആരായിരുന്നു? ശരണ്യായിരുന്നു. ശരണ്യാണ് എപ്പോഴും ലേറ്റ് ആയിട്ടായിരുന്നു. ശരണ്യ കുഞ്ഞുണ്ടായതുകൊണ്ട് ഇടക്കിടക്ക് അരമണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് കയറുന്ന കുട്ടിയായിരുന്നു അല്ലെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ശരണ്യ? നെറ്റിത്തോ അജിത്തോ നെറ്റിത്തോ പിജിയിലുണ്ടാവും എനിക്കറിയില്ല. വീണ നമ്മുടെ ശരണ്യ പക്ഷെ PG കറക്റ്റ് ആണോ? H22 ശരണ്യ ഉണ്ടോ? വേറെ 21 20 എന്താന്ന് എനിക്ക് അറിയണം. നേരത്തെ കയറുന്ന ആരാണെന്ന് ഞാനിതുവരെ നോക്കാറില്ല. കുറച്ച് പേരെന്തായാലും ഉണ്ടാവും. ജീനനൊക്കെ പ്രത്യക്ഷമായിട്ട് ചിലപ്പോഴൊക്കെ കാണാം. ജീനൊക്കെ അവിടെ നേരം വെളുത്താലല്ലേ ജീന ഇങ്ങോട്ട് കയറാൻ പോകും. ജീന ഓക്കെ. യെസ്. അപ്പൊ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രോഗി എന്താണ് ചികിത്സയുടെ പ്രാധാന്യം മനസ്സിലാക്കി ചികിത്സ എനിക്ക് ചെയ്യുന്നതിനെ കൊണ്ടുള്ള എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് ശേഷം രോഗിയോട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പേഷ്യൻസ് ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ആ പേഷ്യൻസിന് ഉണ്ടായിരിക്കണം എന്ന് ഈ ഒരു നിയമപ്രകാരം സിമ്പിൾ കൺസേൺസിന് നിയമങ്ങളിൽ നമ്മൾ അത് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അവർ തീരുമാനം നമ്മൾ എടുക്കുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രമാണ് അവരിൽ നിന്ന് സമ്മതം എടുക്കുന്നത്. അപ്പൊ പൂർണ്ണമായ ആ പേഷ്യന്റ് അത് ആലോചിച്ചതിന് ശേഷം മാത്രം, എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഓക്കെയാണ്, മനസ്സിലായോ? യെസ്. നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് ചികിത്സ കൊടുക്കാനായിട്ട് സിമ്പിൾ കൺസേൺ പേഷ്യൻസിന് കൊടുക്കും. അനാവശ്യമായിട്ട് ചികിത്സ എടുക്കാനായിട്ട് സിമ്പിൾ കൺസേൺ പേഷ്യൻസിന് കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു പേഷ്യന്റിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ സംരക്ഷിക്കുന്ന ഒരു റൈറ്റ്സ് കൂടിയാണ് ഇൻഫോംഡ് കൺസേൺ അല്ലെങ്കിൽ സിമ്പിൾ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ.
അതായത് രോഗിയുടെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആളിൽ നിന്ന് പൂർണ്ണമായും സമ്മതം നേടിയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ലീഗൽ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നോക്കി ലാസ്റ്റ് ഒരു കുറച്ച് സെന്റൻസ് ഉണ്ടോ. ലീഗലി സിമ്പിൾ കൺസേൺ പ്രൊട്ടക്ട് പേഷ്യന്റ് അഗെയിൻസ്റ്റ് അസാൾട്ട് ആൻഡ് ബാറ്ററി ഇൻ ദ ഫോം ഓഫ് അൺനെസസറി മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പോ ലീഗൽ കൺസേൺസ് പേഷ്യൻസിനെ എന്തിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു, എന്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? അഗെയിൻസ്റ്റ് അസാൾട്ട് ആൻഡ് ബാറ്ററി. ബാറ്ററി എന്താണ്? ബാറ്ററി എന്നൊക്കെ പറയുന്നത് എന്താണ്? വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. യെസ്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അസാൾട്ട് മീൻസ് എന്താണ്? അസാൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അസാൾട്ട് എന്താ പിള്ളേരെ? അസാൾട്ട് എന്താന്ന് പറഞ്ഞാൽ ആക്രമണം, ഉപദ്രവങ്ങൾ അല്ലെ. അപ്പോ ഈ സിമ്പിൾ കൺസേൺ പേഷ്യൻസിന് എന്താണ് വിവിധ തരത്തിലുള്ള അസാൾട്ടിൽ നിന്ന് ബാറ്ററിയിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ കൺസേൺ നമ്മുടെ ലീഗലാക്കിയിരിക്കുന്നത്. The highest standard of informed consent further safeguard patient right to autonomy and self-determination are inviolability. However, the legal standard that apply to obtaining informed consent vary across jurisdictions and their interpretations continues to evolve. Okay. Yes. അപ്പൊ പേഷ്യൻസിന് ഈ ഒരു ഇൻഫോംഡ് കൺസേൺ കൊണ്ടുള്ള എന്താണ് പ്രധാനമായിട്ടും അവരുടെ റൈറ്റ്സിൽ, പേഷ്യന്റ് റൈറ്റ്സിൽ നമ്മൾ പറയുന്നുണ്ട് വിവരം അറിഞ്ഞുള്ള ഒരു സമ്മതത്തിന്. അതായത് അവരുടെ ചികിത്സ എന്താണോ അത് ആ പേഷ്യന്റിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തീരുമാനിക്കാനുള്ള ഒരു റൈറ്റ്സ് നമ്മൾ പേഷ്യന്റ് റൈറ്റ്സിൽ പറയുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് റൈറ്റ്സ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻസിൽ നമ്മൾ പറയുന്നുണ്ട്. മാത്രമല്ല മറ്റെന്തിന്റെ പേരിലോ, അതായത് ഏതെങ്കിലും സ്റ്റാറ്റസിന്റെയോ ഇക്കണോമിക് സ്റ്റാറ്റസിന്റെയോ അല്ലെങ്കിൽ പണത്തിന്റെയോ കാസ്റ്റിന്റെയോ റിലീജിയസിന്റെ പേരിലൊന്നും എന്താണ് നമ്മൾ ആ പേഷ്യൻസിന് അവിടെ എന്താണ് ചികിത്സ പോലും നിരസിക്കാനായിട്ട് പാടുന്നത്. അപ്പൊ എല്ലാത്തരം അവകാശങ്ങളും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ്സിൽ ഒന്നാണ് എന്ത്? സിമ്പിൾ കൺസേൺ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ വിവരം അറിഞ്ഞുള്ള സമ്മതപത്രം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് പേഷ്യൻസിൽ നിന്ന് നമ്മൾ ഈ സമ്മതം വാങ്ങിയതിനു ശേഷം ഈ ഒരു പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സമ്മതം വാങ്ങിയതിനു ശേഷം പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പിള്ളേരെ? ഇത്രയും നേരം പഠിച്ചിട്ട് വെള്ളം കോരിയത് വെറുതെ ആവരുത്. പറയോ? ഇഷ്യൂസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അല്ലെ, പിന്നീട് ഒരു യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ കൺസേൺസിൽ നിന്നും പേഷ്യൻസിൽ നിന്നും സൈൻസ് വാങ്ങുന്നത് അല്ലെ. യെസ്, അത് എന്താണ് നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണെന്ത്? സിമ്പിൾ കൺസേൺ. രോഗിക്കും ഹോസ്പിറ്റലും ഒരേപോലെ തന്നെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രൊസീജിയർ ആണിത് സിമ്പിൾ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. ലീഗലായിട്ട് നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ ഒരു സിമ്പിൾ കൺസേണിൽ സൈൻ ചെയ്തിരിക്കുന്ന കാര്യം അതാണ് നമുക്ക് ആകെയുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതൊരു വാലിഡ് ആയിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ് സിമ്പിൾ കൺസേൺ എന്ന് പറയുന്നത്. ഇനി ഏത് സമയത്ത് വേണമെങ്കിൽ എന്താണ് ഈ പ്രൊസീജിയർ നടക്കുന്നതിന് മുൻപായിട്ട് പേഷ്യൻസിന് ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. ഉണ്ടോ? പ്രൊസീജിയർ നടത്തുന്നതിന് മുൻപായിട്ട് പേഷ്യൻസിന് അതിൽ നിന്ന് പിന്മാറാനുള്ള റൈറ്റ്സ് ഉണ്ടോ? ഉണ്ട്. യെസ്. ഇപ്പൊ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഇൻ കേസ് ഓഫ് പേഷ്യന്റ് മരണപ്പെടുക അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും എന്താണ് ഈ ഒരു നിയമാനുസൃതമായി സിമ്പിൾ കൺസേൺസ് പേഷ്യൻസിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട്. റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ട്. കാരണം റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതായത് ഒരു സാധാരണ വ്യക്തിക്ക് നമ്മൾ അറിയേണ്ട വിവരങ്ങൾ രോഗിയോട് വ്യക്തമായിട്ട് പറയണം എന്നുള്ളതാണ് റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഫിസിഷ്യൻ രോഗിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ്. ഇവിടെ ഇലീഗൽ ആയിട്ട് ഈ രണ്ട് പ്രൊസീജിയേഴ്സ് ആണ് നടന്നിട്ടുണ്ടായിരിക്കുന്നത്. അതായത് സിമ്പിൾ കൺസേണിന് മുമ്പായിട്ട് എന്താണ്
രോഗിക്ക് വ്യക്തമായിട്ടുള്ള ധാരണകൾ ആരാടാ ഫിസിഷ്യൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. പറഞ്ഞു കൊടുത്ത ധാരണകളെ കുറിച്ചിട്ട് രോഗിക്ക് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, ദെൻ ആ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, യെസ്. Therefore, it is important for clinicians to determine the precise standard used in their jurisdictions and adapt their practice accordingly. The Canadian Medical Protective Association provides detailed information on Canadian standards. Even when the standard is clear, interpretation is required to apply the standard to particular cases. The small mitigation regarding informed consent focus on perceivably got information satisfied. Then applicable standard. Fortunately, in most cases, legal interpretation is pragmatic. Evidence of good faith effort to inform is usually found to be adequate. Okay. Yes. ഇപ്പോൾ നമ്മളെ ഈ ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമാണോ ഉള്ളത്? ഇന്ത്യയിൽ മാത്രമാണോ ഇതുള്ളത്? ഇന്ത്യയിൽ മാത്രമാണോ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത്? പിള്ളേരെ എവിടെയൊക്കെ ഉണ്ട്? എല്ലാ ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ ചോദിക്കട്ടെ, ജീനനോട് ചോദിച്ചാൽ ജീനക്ക് അറിയാൻ പറ്റുള്ളൂ. എടാ, ഇറ്റലിയിൽ എങ്ങനെയാണ് അവിടെ? ഇവിടെ ഇൻഫോംഡ് കൺസേൺ നിർബന്ധമാണോ അവിടെ? പറയണോ, നിങ്ങൾ അറിയട്ടെ, മെസ്സേജ് ചെയ്താൽ മതി. അറിയില്ല, അതെന്താ അറിയാത്ത? ഇൻഫോംഡ് കൺസേൺ എല്ലായിടത്തും ഈ പ്രൊസീജിയർ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് എല്ലാ ഹോസ്പിറ്റൽസും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും 1940 നിയമപ്രകാരം ഇത് എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ട് അല്ലെ? വിവരമറിഞ്ഞുള്ള സമ്മതം. ഇറ്റലിയിൽ ഉണ്ടായിരിക്കും എന്ന് അന്വേഷിക്കാമോ? ചീന വേണ്ട, അതിനത് അന്വേഷിക്കാൻ പോയിട്ട് പുലിവാലായിട്ട് വരുന്നത്. എന്നോട് ഞാൻ ചോദിച്ചെന്നുള്ള കേട്ടോ. ഉണ്ട്, എല്ലായിടത്തും സിമ്പിൾ കൺസേൺസ് നിർബന്ധമാണ് അല്ലെ? കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. 1914 ശേഷം എന്താണ് ഇത് വളരെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു നിയമമാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇനി ഇത് പ്രായോഗികമായിട്ട് നമ്മുടെ ലീഗൽ പ്രൊട്ടക്ഷൻ നൽകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ്. ഓക്കെ, യെസ്. അപ്പൊ അതിനാൽ തന്നെ മിക്ക രാജ്യങ്ങളിലും എന്താണ് ഹോസ്പിറ്റൽസ് ഇത് നമ്മൾ പ്രധാനമായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് പർട്ടിക്കുലർ കേസിന് മാത്രമാണ് നമ്മൾ എന്തെടുക്കുന്നത്? സിമ്പിൾ കൺസേൺസ്. അത് എല്ലാ കാര്യങ്ങൾക്കൊന്നും നമുക്ക് കൺസേൺസ് ആവശ്യമില്ല അല്ലെ? പെർട്ടിക്കുലർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഇതേപോലുള്ള കൺസേൺസ് സ്വീകരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ കനേഡിയൻ മെഡിക്കൽ പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ പ്രൊവൈഡ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഓഫ് കനേഡിയൻസ് ആണ്. അപ്പൊ ഇവിടെ കനേഡിയൻ മെഡിക്കൽ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ കനേഡിയൻസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് മാത്രമായിട്ടുള്ള കനേഡിയൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് അവരുടെ ഹോസ്പിറ്റൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിമ്പിൾ കൺസേൺസുമായി ബന്ധപ്പെട്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ അവിടെ അനുവദിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, നോക്കണ്ട. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു എന്താ പറയാ നിയമപരമായിട്ടുള്ള ഈ ഒരു കൺസേൺ ഇല്ലാതെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെന്താണ് ലീഗലി ഇതിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. നിയമാനുസൃതമല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിലുണ്ടല്ലോ പല രീതിയിൽ. അതായത് ശരിക്കും ആ ഒരു ഹോസ്പിറ്റലും ഡോക്ടറും തന്നെ എന്താണ് ചിലപ്പോൾ ഇത്ര വർഷം തടവ് ശിക്ഷിക്കാനായിട്ടുള്ള റൈറ്റ്സ് വരാൻ അല്ലെങ്കിൽ അത്ര എന്താണ് കേസസ് വരാൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സിമ്പിൾ കൺസേൺസ് എന്നാണ് എപ്പോഴും നിർബന്ധമായിട്ട് അല്ലെങ്കിൽ അതിന് ലീഗലായിട്ട് അതിന് ഇത്ര പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു രോഗിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, സിമ്പിൾ കൺസേൺ വാങ്ങി ട്രീറ്റ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്തു, രോഗി മരിച്ചുപോയി. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാതിരിക്കുന്നുണ്ടോ? രോഗി മരിച്ചു പോയി കഴിഞ്ഞാല്? ചോദ്യം മനസ്സിലായില്ല? നമ്മൾ ആളിൽ നിന്ന് സമ്മതപത്രം പൂർണ്ണമായി വാങ്ങിയതിനു ശേഷം പ്രൊസീജിയർ ചെയ്തു, രോഗി മരണപ്പെട്ടു. അവിടെ എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് വരുമോ? അതിന്റെ പിള്ളേരെ എന്തുകൊണ്ടാ വരാത്തത്?
എന്തുകൊണ്ട് വരാത്തത്? എന്തുകൊണ്ട് വരാത്തത് പറയൂ. കൺസേൺ ഉണ്ട് അല്ലെ, കൺസേൺ ഉണ്ട്. അപ്പൊ ആളുടെ നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലേ കൺസേൺ. ആരെയാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഡോക്ടറെയും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. രോഗി മരിച്ചു എന്താണ്, പക്ഷെ രോഗിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ പോലും എന്താണ്, ഡോക്ടർ സംരക്ഷിക്കുന്ന ആളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്തെത്തുന്നത് എന്നത് കാണിക്കുന്നതിനുള്ള പൂർണ്ണ രേഖയാണെന്ത്, ഇൻഫോംഡ് കൺസേൺ, സിമ്പിൾ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ഈ താഴെയുള്ള ഭാഗങ്ങളൊന്നും നോക്കണ്ട. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 3 ഇയേഴ്സും ഇതിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാം കേട്ടോ. ലീഗലായിട്ട് വരുന്ന കൺസേണുമായി ബന്ധപ്പെട്ടുള്ള 3 ഇയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ റീസണബിൾ ഫിസിഷ്യൻ സ്റ്റാൻഡേർഡ് എന്താണെന്നും റീസണബിൾ പേഴ്സൺ സ്റ്റാൻഡേർഡ് എന്നാണ് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ലീഗലി സിമ്പിൾ കൺസേൺ പ്രൊട്ടക്ട് പേഷ്യന്റ് അഗെയിൻസ്റ്റ് അസാൾട്ട് ആൻഡ് ബാറ്ററി. ഈ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണ്ടല്ലോ, വേണ്ട. നമ്മള് കൺസേണിന്റെ നിയമപരമായിട്ടുള്ള ഭാഗമാണ്, നമ്മൾ നിയമപരമായിട്ടുള്ള കോൺടെക്സ്റ്റ് ആണ്, ലീഗൽ കോൺടെക്സ്റ്റ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് എത്തിക്കൽ ആണ് അല്ലെ. എത്തിക്കൽ മീൻസ് എന്താണ്? എത്തിക്കൽ എന്ന് പറയുന്നത്, എത്തിക്കലിന് മലയാളം വേണം എന്താണ്? എത്തിക്കലിന് മലയാളം വേണം എത്തിക്കലാണോ? ധാർമ്മികത അല്ലെങ്കിൽ നൈതികത എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, ethical goal of, നിങ്ങളൊന്നൊന്ന് വായിച്ചേ. The ethical goal of informed consent is somewhat more conceptual and ideological, seeking to respect patient autonomy by ensuring that treatment is directed toward aims desired and chosen by the patient. In these circumstances, informed consent is intended to shift the ethical paradigm for decision making away from physician-centered models to more patient-centered approaches. Okay. അപ്പോ ഈ എത്തിക്കൽ എന്ന് പറയുന്നത് ഈ ധാർമ്മികമായിട്ടുള്ളത് അതൊരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു വിവരം അറിഞ്ഞുള്ള സമ്മതത്തെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഇവിടെ ഈ എത്തിക്കൽ ആയിട്ട് പറയുമ്പോൾ ഈ കൺസേൺ അല്ലെങ്കിൽ സമ്മതം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, ഇവിടെ ഫിസിഷ്യൻ അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആരുടെ തീരുമാനത്തിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫിസിഷ്യന്റെ തീരുമാനത്തെക്കാൾ ആരുടെ തീരുമാനത്തിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? രോഗിയുടേതാണ് അല്ലെ. അതായത് രോഗിയുടെ സ്വാതന്ത്ര്യവും തീരുമാനവും മാനിക്കുകയാണ് ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ് എത്തിക്കൽ കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുണ്ടോ എന്താണ്? രോഗിയുടെ സ്വാതന്ത്ര്യവും തീരുമാനം എടുക്കാനുള്ള ആ ഒരു ഇൻഫോംഡ് കൺസേണിന്റെ അതാണ് എത്തിക്കൽ ആയിട്ടുള്ള അതിന്റെ വശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മോർ ഇമ്പോർട്ടന്റ് ടു പേഷ്യൻസ്, ഫിസിഷ്യൻ സെന്റേർഡിൽ നിന്ന് നമ്മൾ പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള കോൺസെപ്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് അവേ ഫ്രം ഫിസിഷ്യൻ സെന്റേർഡ് മോഡൽസ് ടു മോർ പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ചസ്. ഓക്കെ, ഇവിടെ ഫിസിഷ്യന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? വിശദാംശങ്ങൾ വിശദീകരിക്കുക എന്നത് മാത്രമാണ് അല്ലെ. അവിടെ പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? നമ്മൾ ആരാണ് തീരുമാനം എടുക്കുന്നത്? പേഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് അത് പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് എന്ന രീതിയിൽ ഈ എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങളിൽ നമ്മൾ അതിനെ വിവരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്താണ്? ചികിത്സ രോഗിയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചികിത്സ രോഗിയുടെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. Okay, the ethical literature regarding informed consent also emphasizes that it's not an event but a process that precedes the signing of the document and continues of a
for as long as the choice remains significant. Simple. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇവിടെ രോഗിയുടെ ഇഷ്ടപ്രകാരം ചികിത്സ നടത്തുമ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് രോഗിയുടെ ഇഷ്ടം മാത്രമാണ്. അല്ല, രോഗിയുടെ ഇഷ്ടപ്രകാരം മാത്രമേ അവിടെ ആ ഒരു സൈനിങ് പ്രോസസ് അവിടെ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ചികിത്സ അവിടെ നടക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഭവമാണോ? അല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രക്രിയയാണ് അല്ലെ. കാരണം നമുക്ക് പല പല പ്രൊസീജിയറുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്, പിന്നീടും സമ്മതങ്ങൾ ആവശ്യമാണ് അല്ലെ. അതുകൊണ്ടാണ് എന്താ അതൊരു കണ്ടിന്യൂസ് പ്രൊസീജിയർ ആണെന്ന് പറയുന്നത്. സൈനിങ് ഓഫ് ദ ഡോക്യുമെന്റ് ആൻഡ് കണ്ടിന്യൂസ് ഫോർ ആസ് ലോങ് ദ ചോയ്സ് റിമൈനിങ് സിഗ്നിഫിക്കന്റ്. Thus the consent to undergo dialysis or continue on with the chemotherapy is continually reevaluated and may change. The consent form should not be confused with the consent process. The form simply documents that the process has taken place. Importantly, other parts of the patient record should corroborate details of the process. Okay. അപ്പൊ നമ്മള് ഇപ്പോ ഇവിടെ പറഞ്ഞത് ഈ സിമ്പിൾ കൺസേൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആവാനായിട്ടുള്ള കാരണം വരുന്നത്? എന്തുകൊണ്ടാണ് കൺസേൺ നമ്മൾ വീണ്ടും വീണ്ടും വിലയിരുത്തേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്? കാരണം എന്താണ്, രോഗിയുടെ തീരുമാനം എപ്പോ വേണമെങ്കിലും മാറാം അല്ലെ. രോഗിയുടെ തീരുമാനം എന്താണ്, എപ്പോ വേണമെങ്കിലും മാറാനുള്ള സാധ്യത, മാറ്റങ്ങൾ വരാം. തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് എന്താണ് നമുക്ക് എന്താണ് സിമ്പിൾ കൺസേൺ വീണ്ടും വീണ്ടും വിലയിരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി കൺസേൺ എന്ന് പറയുന്നത് നമ്മളറിയാം ആ ഒരു പ്രക്രിയ നടന്നു എന്നത് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു രേഖ മാത്രമാണ് അല്ലെ. ആ ഒരു പ്രൊസീജിയർ അവിടെ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു രേഖ മാത്രമാണ് ഇത് കൺസേൺ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എന്താണ്, ഇപ്പൊ എന്ത് തരം ഡയാലിസിസ് ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും ഇത് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഇത് നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് നടന്നിട്ടുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ പ്രൊസീജിയർ നടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കൺസേൺ വാങ്ങിയിട്ടുണ്ട്. കൺസേൺ വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊസീജിയർ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് കേട്ടോ. പ്രൊസീജിയർ നടന്നിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഒപ്പാണ്, അല്ലെങ്കിൽ ഒരു സൈനാണ് കേട്ടോ. യെസ്, മനസ്സിലായോ? ഇനി ഈ ഒരു രേഖ മാത്രമാണ്, ഈ ഒരു കൺസേൺ മാത്രമാണ് ഒരു രോഗിക്ക് ഉണ്ടാവുന്നത്. പിള്ളേരെ ശ്രദ്ധിച്ച്, ഈ ഒരു രേഖ മാത്രമാണ് ഉണ്ടാവുന്നത്, ഈ ഒരു റെക്കോർഡ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് പേഷ്യന്റിന്റെ കൂടെ. ഈ ഡോക്യുമെന്റ്സ്, അതായത് ഇൻഫോംഡ് കൺസേൺ എന്നൊരു ഡോക്യുമെന്റ് മാത്രമായിരിക്കും കൂടെ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഉണ്ടായിരിക്കും മറ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റ്സ് കൂടി പേഷ്യൻസിന്റെ നോട്ട്സിൽ ഉണ്ടായിരിക്കും. കാരണം പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന മറ്റ് റെക്കോർഡ്സുകൾ, അതായത് ക്ലിനിക്കൽസ് ആൻഡ് ഓപ്പറേറ്റീവ് നോട്ട്സുകൾ എല്ലാം തന്നെ ഈ ഡോക്യുമെന്റ്സിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതായത് കൺസേൺ മാത്രമല്ല അവിടെ എടുക്കുന്നത്, കൺസേൺ ഡോക്യുമെന്റ് മാത്രമല്ല ഉണ്ടാവുന്നത്, മറ്റ് പ്രോസസ്സുകൾ നടന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സുകളും, എല്ലാ പേഷ്യന്റ് റിപ്പോർട്ട്സുകളും എന്താണ് എല്ലാ ഹിസ്റ്ററീസും, എല്ലാ മെഡിക്കൽ ഹിസ്റ്ററീസ് അടങ്ങുന്ന എല്ലാ ഓപ്പറേറ്റീവ് നോട്ട്സുകളും ശ്രദ്ധിക്കാം. ഓപ്പറേറ്റീവ് നോട്ട്സുകളും ഇതിന്റെ കൂടെ ഓൾറെഡി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? യെസ്. അപ്പൊ എത്തിക്കൽ ആയിട്ടുള്ള ഈ ഒരു കൺസേണിന്റെ എത്തിക്കൽ വശം എന്ന് പറയുന്നത് നമ്മള് ഇവിടെ ഫിസിഷ്യനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഒരു ഐഡിയോളജിയിൽ ഉറപ്പ് കൊടുക്കുന്നത് പേഷ്യന്റ് സെൻട്രേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചസിനാണ്. ഓക്കെ, അതായത് പേഷ്യന്റിന് ഇഷ്ടപ്രകാരം മാത്രം ചികിത്സ തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ ഒരു എത്തിക്കൽ ആയിട്ടുള്ള കോൺടെക്സ്റ്റിൽ നമ്മൾ കൺസേണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് രോഗിയുടെ സ്വാതന്ത്ര്യവും തീരുമാനവും മാനിക്കുകയാണ് ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ കേന്ദ്രീകൃത രീതിയിൽ നിന്ന്, അതായത് ഫിസിഷ്യൻ സെന്റേർഡ് രീതിയിൽ നിന്ന് നമ്മൾ ഏത് സെന്റേർഡ് രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്? ഫിസിഷ്യൻ സെന്റേർഡ് മോഡൽസിൽ നിന്നും ടു മോർ പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ചസിലേക്കാണ് ഈ ഒരു കോൺസെപ്റ്റ് പോകുന്നത്. ഓക്കെ, ഇനി ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്ന ഒരു ഒറ്റ സംഭവമല്ല, അതിൽ തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രക്രിയയാണ് അല്ലെ. രോഗിയുടെ തീരുമാനം മാറിയതിനു ശേഷം ചിലപ്പോൾ എന്താണ് തീരുമാനങ്ങളിൽ ചേഞ്ചസ് വന്നേക്കാം. അപ്പൊ അതിനാൽ കൺസെന്റ് നമ്മൾ പിന്നെയും വിലയിരുത്തേണ്ടതായിട്ട് വരും. അതിനാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം. ഇനി കൺസേൺ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രക്രിയ, ഒരു പ്രൊസീജിയർ നടന്നു എന്നതിന്റെ തെളിവ് മാത്രമുള്ള ഒരു രേഖയാണ് അല്ലെ. കൺസേൺ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രക്രിയ നടന്നു എന്നതിന്റെ രേഖയാണ്. ഓക്കെ, ഇനി ഈ രോഗി രേഖയുടെ കൂടെ മറ്റെന്തെല്ലാം കൂടി ഉണ്ടായിരിക്കും? മറ്റ് എല്ലാത്തരം റെക്കോർഡ്സുകളും മറ്റ് ഓപ്പറേറ്റീവ് നോട്ട്സുകളും കൂടി നമ്മൾ എന്താണ്
ഈ രേഖകളുടെ കൂടെ സൂക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ് എത്തിക്കൽ ആയിട്ടൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത്തരം ഇത്തരം റെക്കോർഡ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് ഏത് പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ നിർബന്ധമായിട്ടും കൺസേൺസ് പാലിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ് ഇത് മാത്രമാണ് കേട്ടോ. ബാക്കി ഇതൊന്നും വായിച്ചവർക്ക് സമയം കളയണ്ട. ഏതാണ്? ഈ ഒരു പോയിന്റ് മാത്രം പഠിക്കാം. ഡിസിഷൻ മേക്കിംഗ് അവേ ഫ്രം ഫിസിഷ്യൻ സെന്റേർഡ് മോഡൽസ് ടു മോർ പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച്. അതാണ് എത്തിക്കൽ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? അത് അണ്ടർലൈൻ ചെയ്തോ? യെസ്, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യം നോക്കിയാലോ. കൺസേണുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? For the purpose of complaints, informed consent document meets the administrative purpose of a system level check to ensure that a consent process has occurred. Patients simply do not advance to the operating room, for example, without a signed consent form. Unfortunately, pressure for the efficient workflow may shift the focus of the informed consent process from robust conversation to the basic requirements of getting a signature. Okay, ഇനി നമ്മൾ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പർപ്പസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസേൺസിന്റെ ഡോക്യുമെന്റ്സുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൺസേൺസിന്റെ ഡോക്യുമെന്റ്സുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ചികിത്സയ്ക്ക് മുൻപായിട്ട് തന്നെ കൺസേൺ പ്രക്രിയ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ കയ്യിലുള്ള ആദ്യ ഒരു രേഖ എന്ന് പറയുന്നത് ഏതാണ്? ഒരു ചികിത്സയ്ക്ക് തൊട്ട് മുൻപായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിന് തൊട്ട് മുൻപായിട്ട് കൺസേൺ പ്രക്രിയ നടന്നുവെന്ന് ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്നത് ഓൾറെഡി ഒരു ഡോക്യുമെന്റ് മാത്രമാണ്. ഓക്കെ, അത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അത് സൂക്ഷിക്കുന്നത്, അല്ലെ? മനസ്സിലായോ? നമ്മുടെ ഈ ഒരു കൺസേണിൽ കൊടുത്തിരിക്കുന്ന സൈൻ മാത്രമാണ് ആ പ്രൊസീജിയർ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനായിട്ടുള്ള ആദ്യ ഒരു അടയാളം, ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇനി മനസ്സിലായോ? അതായത് ആശുപത്രിയിൽ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആകെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടൊരു നോട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആ കൺസേൺ മാത്രമാണ് പിള്ളേരെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ പ്രൊസീജിയർ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു ലീഗൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡോക്യുമെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അറിയാൻ സാധിക്കില്ല. ഡോക്ടർ ആ രോഗി എന്ത് ചെയ്തു നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. യെസ്. ഇനി അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്നത് മറ്റൊരു കാര്യമാണ്, അത് സൈൻ എന്ന് പറയുന്നത്, അല്ലെ? ഇനി ഒരു രോഗി ആ സമ്മതപത്രത്തിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ? സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇല്ല, അല്ലെ? ആ പ്രൊസീജിയർ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കൃത്യമായിട്ട് അതിൽ സൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? യെസ്. ഇനി സൈൻ മാത്രം മതിയോ? സൈന് തൊട്ട് മുമ്പായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണ്ടേ? സൈനിന് തൊട്ട് മുൻപായിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടി നമ്മൾ കൊടുത്താൽ മാത്രമല്ലേ പേഷ്യന്റ് അവിടെ സൈൻ ചെയ്യുള്ളൂ. ഓക്കെ, അവിടെ ഒരു സൈൻ, ഒരു വെള്ള പേപ്പറിൽ ഒരു വെറും സൈൻ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് വേണ്ടത്? നിർബന്ധമായിട്ട് എന്ത് വേണം? പേഷ്യന്റിന്റെ അതായത് ആ ഡോക്യുമെന്റ് പൂർണ്ണ രേഖയിലായിരിക്കണം. അത് എല്ലാ ഫോർമാറ്റ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ്സ് ആയിരിക്കണം കൺസേൺ എന്ന് പറയുന്നത്. അവസാന ഭാഗം ഒരിക്കലും പേഷ്യന്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ സൈൻ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞു ഒപ്പിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒപ്പിടുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ നോക്കേണ്ടതുണ്ട്. അതായത് ഒപ്പിടുന്നതിന് മുമ്പ്, ഒരു രോഗി ഒപ്പിടുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം വിശദാംശങ്ങളാണ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം? ഒപ്പിടുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം വിശദാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം? അപ്പൊ അവിടെ നമുക്ക് ഈ ഇൻഫോംഡ് കൺസെന്റ് 4 പ്രധാന ഘടകങ്ങളാണ് നമ്മളിവിടെ നോക്കേണ്ടത്, അല്ലെ? എന്തൊക്കെയാണ്? ഒന്ന്
എന്തെല്ലാം വേണം? രോഗിക്ക് ചികിത്സയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ? രോഗിക്ക് ചികിത്സയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ചികിത്സയുടെ ഗുണങ്ങളും അപകട സാധ്യതകളും അല്ലെ? എന്താണ് റിസ്കും ബെനഫിറ്റ്സും പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ എന്താണ്? ഇതല്ലാതെ മറ്റു ചികിത്സാ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ? ഇതല്ലാതെ മറ്റു ചികിത്സാ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി പ്രധാനമായിട്ടും രോഗിക്ക് അവിടെ തീരുമാനമെടുക്കാനുള്ള അവസരം കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലെ? രോഗിക്ക് അവിടെ തീരുമാനം, നമുക്ക് ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് അവിടെ സ്ട്രെസ് ചെയ്തിട്ട് ഒരിക്കലും അവിടെ ഒപ്പിടിപ്പിക്കാൻ പാടില്ല അല്ലെ? പൂർണ്ണമായിട്ട് ആൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ്സ് എന്താ പറയുക, അവസരം നൽകിയിരിക്കണം. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും രോഗി ചികിത്സയ്ക്ക് അനുമതി നൽകേണ്ടത്. അനുമതി എന്ന് പറയുന്നതാണ് എന്ത്? കൺസേൺ എന്ന് പറയുന്നത് അല്ലെ? ഇത്തരം കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമാണ് രോഗി അവിടെ എന്ത് കൊടുക്കേണ്ടത്? സിഗ്നേച്ചർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഒപ്പിടേണ്ടത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ഇതെല്ലാം ഇപ്പൊ പറഞ്ഞത് ഇൻഫോംഡ് കൺസെന്റ് പ്രധാന ഘടകങ്ങളാണ്. ഓക്കെ, അതായത് ഒരു രോഗി ചികിത്സയ്ക്ക് മുൻപായിട്ട് എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞിട്ട് മാത്രമായിരിക്കണം, ആളുടെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം അത് കൺസേൺ കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി although the legal and ethical debates persist, most stakeholders in the informed consent process agree on at least 4 basic elements for discussion and informed consent. അപ്പോ നമ്മുടെ ഈ ലീഗലും എത്തിക്കലും ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ നോക്കിയതിന് പ്രകാരം ഈ ഇൻഫോംഡ് കൺസേൺസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള 4 എലമെന്റ്സ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒപ്പിടുന്നതിന് മുൻപായിട്ട് തന്നെ എന്താണ് 4 എലമെന്റ്സ്, 4 അല്ല 5 വരും പോലെ മെയിൻ ആയിട്ട് ഒരു 4. ഓക്കെ, 4 അല്ലെ? 4 കൊടുത്തിട്ടുള്ളൂ. 5 ഉണ്ടോ? 1, 2, 3, 4. ഓക്കെ, 4 എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സമ്മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ഒരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് 4 എലമെന്റ്സുകൾ അതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ 4 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം? എന്തൊക്കെ എലമെന്റ്സ് വരാം അതില്? നോക്കൂ, the decision maker or the patient or a surrogate should have the capacity to make decision. ഫസ്റ്റ് എലമെന്റ് എന്താണ്? ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ആരാണ് പിള്ളേരെ? ഡിസിഷൻ മേക്കർ ഡിസിഷൻ മേക്കർ ആരാണ്? പേഷ്യന്റ് അല്ലെ? പേഷ്യന്റ് ആണ് ഡിസിഷൻ മേക്കർ. അതായത് അവിടെ തീരുമാനം എടുക്കാൻ, പേഷ്യന്റിന് അവിടെ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. തീരുമാനം എടുക്കേണ്ടത് ആ പേഷ്യന്റ് ആണ്. അതാണ് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസേൺ പ്രക്രിയയിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ഡിസിഷൻ മേക്കർ അഥവാ പേഷ്യന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എലമെന്റ് ആരാണ്? സെക്കൻഡ് എലമെന്റ് the physician should disclose sufficient detail for the decision maker to make an informed choice. ഇനി സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ഫിസിഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്ക്ലോസ് ചെയ്യണം. എന്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഫിസിഷ്യൻ? യെസ്, ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ അല്ലെ? ട്രീറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്ക് ചോയ്സ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള വിശദാംശങ്ങള് ഡോക്ടറാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ ആദ്യത്തെ എലമെന്റ് പേഷ്യന്റും സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫിസിഷ്യൻ ആണ്. തേർഡ് എലമെന്റ് ആരാണ്? തേർഡ് എലമെന്റ് the decision maker should show his or her understanding of the disclosed information. മൂന്നാമത്തെ എലമെന്റ് എന്തായിരിക്കും? മൂന്നാമത്തെ എലമെന്റ് ഇൻഫോർമേഷൻ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ പേഷ്യന്റ് അവിടെ തീരുമാനം എടുക്കുന്നത്. യെസ്, ഡോക്ടർ പറഞ്ഞ വിശദാംശങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ പേഷ്യന്റ് അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നൊരു സിറ്റുവേഷൻ ആണ് മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എലമെന്റ് എന്താണ്? The decision maker should freely authorize the treatment plan. The decision maker should freely authorize the treatment plan. എന്താണ് നാലാമത്തെ എലമെന്റിൽ സൂചിപ്പിക്കുന്നത്? എന്താണ് നാലാമത്തെ എലമെന്റ് എന്ന് വായിച്ചു നോക്കി. The decision maker should freely authorize the treatment plan. എന്താണ് പിള്ളേരെ?
പറഞ്ഞു നോക്കി എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ, പേഷ്യന്റ് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസിഷൻ അവിടെ ഇൻഫർമേഷൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. തേർഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ രോഗി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നത്. നാലാമത്തെ എലമെന്റ് എന്തായിരിക്കും? അപ്പോ എന്തായിരിക്കും? പേഷ്യന്റിന്റെ സമ്മതമാണ് അല്ലെ, ഇപ്പൊ ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് അവിടെ തീരുമാനം എടുത്ത് അവിടെ കൺസേൺ കൊടുക്കുന്നതാണ് അല്ലെ. യെസ്, പെർമിഷൻ കൊടുക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ടേം ആണ് കേട്ടോ പറഞ്ഞത്. പെർമിഷൻ കൊടുക്കുന്നതാണ് നാലാമത്തെ എലമെന്റ്. ഇപ്പൊ ഈ 4 എലമെന്റ്സിലൂടെയാണ് ഒരു പ്രക്രിയ കടന്നു പോകുന്നത് കേട്ടോ. യെസ്, അതിന്റെ മെയിൻ പ്രോസസ്സിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് എന്ന് പറയുന്ന ഈ 4 പ്രക്രിയയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് അവിടെ സൈനിങ് എന്ന പ്രക്രിയ അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ 4 എലമെന്റ്സിനെ നമ്മൾ പിന്നെയും 5 കമ്പോണൻസുകളാക്കി മാറ്റുന്നുണ്ട്. ഈ 4 എലമെന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ 4 എലമെന്റ്സ് നോക്കണം കേട്ടോ. പ്രത്യേകമായിട്ട് ഇതിന് ചോദിക്കാറില്ല, എന്നിരുന്നപ്പോഴും നിങ്ങൾ നോക്കി. ഇപ്രാവശ്യം അങ്ങനെ ചോദിച്ചാലോ? ഇതുവരെ ചോദിച്ചാലോ? ഓക്കെ, 4 എലമെന്റ്സ് നോക്കാം. ഇനി ഈ 4 എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കമ്പോണൻസുകളാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. 5 കമ്പോണൻസുകളാക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പിള്ളേരെ? മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങനെയാണ് ഇതിനെ 5 കമ്പോണൻസ് ആക്കി മാറ്റിയെന്ന് നമുക്ക് നോക്കാം. In current clinical practice, these 4 elements translate into 5 components that should be included in a discussion seeking to obtain informed consent. അപ്പൊ ഇതിനെ നമ്മൾ 5 ആക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? The diagnosis, the proposed treatment, and attend risk and benefits of the treatment, alternative treatments and the risk and benefits of declining treatment. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ 5 കമ്പോണൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്താണ്? The diagnosis. എന്താണ് the diagnosis എന്ന് പറയുന്നത്? The diagnosis രോഗത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ വിശദീകരിക്കണം അല്ലെ. രോഗത്തിന്റെ അവസ്ഥ എന്താണെന്ന്, അതിന് രോഗനിർണയം എന്താണെന്ന് വിശദീകരിക്കുന്നു. സെക്കൻഡ് എന്താണ്? The proposal treatment. എന്താണ് proposal treatment? നിർദ്ദേശിച്ച ചികിത്സയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. നിർദ്ദേശിച്ചിരിക്കുന്ന നമ്മൾ ഡയഗ്നോസിസ് ചെയ്തു, ഇനി നിർദ്ദേശിച്ച ചികിത്സ എന്താണെന്ന് ആൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് പ്രപ്പോസൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ കമ്പോണന്റ്. ആദ്യം എന്താണ്? ഡയഗ്നോസിസ്. സെക്കൻഡ് വൺ എന്താണ്? നമ്മൾ ഏതാണോ ചികിത്സ കൊടുക്കാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ട് രോഗിക്ക് നമ്മൾ എന്ത് പറയുന്നു? ചികിത്സയെ കുറിച്ച് നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ ഏതാണോ അതിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ എലമെന്റ് എന്താണ്? മൂന്നാമത്തെ കമ്പോണന്റ് എന്താണ്? അറ്റൻഡ് റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദി ട്രീറ്റ്മെന്റ്. എന്താണ് പിള്ളേരെ? ആ ചികിത്സയുടെ ഗുണങ്ങളും അപകട സാധ്യതകളും അറിയിക്കണം അല്ലെ. ആ ചികിത്സയുടെ ഗുണങ്ങളും റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് നമ്മൾ പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കണം. ചികിത്സയുടെ ഗുണങ്ങളും അപകട സാധ്യതകളും പറയുന്നതാണ് എന്ത്? മൂന്നാമത്തെ കമ്പോണന്റ്. നാലാമത്തെ കമ്പോണന്റ് എന്താണ്? ആൾട്ടർനേറ്റീവ്സ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. നാലാമത്തെ കമ്പോണന്റ് പറയൂ. മറ്റ് ചികിത്സാ മാർഗങ്ങൾ അല്ലെ, ഇതല്ലാതെ മറ്റ് ചികിത്സാ മാർഗങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കൊടുക്കും അല്ലെ. വേറെ ട്രീറ്റ്മെന്റ് പറയുകയും ചെയ്യും, അതിലെന്തൊക്കെ റിസ്ക്കും ബെനിഫിറ്റ്സ് ഉണ്ടെന്നും കൂടി നമ്മൾ ഒരു ചികിത്സ മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. എന്താണ്? നാലാമത്തെ എലമെന്റ്സിൽ നമ്മൾ എന്ത് പറയുന്നു? കമ്പോണന്റിൽ എന്ത് പറയുന്നുണ്ട്? മറ്റ് ചികിത്സാ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കും, അതിന്റെ റിസ്ക്കും അതിന്റെ ബെനിഫിറ്റും പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതാണ് നാലാമത്തെ കമ്പോണന്റ്. ഇനി അഞ്ചാമത്തെ കമ്പോണന്റ് എന്താണ്? And the risks and benefits of declining treatment. ഈ ചികിത്സ നിങ്ങൾ നിരസിച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന ചികിത്സ നിങ്ങൾ നിരസിച്ചാൽ, മീൻസ് എന്താണ്? റിഫ്യൂസ് ചെയ്താൽ അല്ലെ. റിഫ്യൂസ് ചെയ്യാൻ തന്നെ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണമുണ്ടോ, എന്തെല്ലാം അപകടം ഉണ്ടാവും? ഗുണമായിരിക്കും അപകടമായിരിക്കും ഉണ്ടാവുന്നത്? അപകടം തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ബെനിഫിറ്റ്സ് അല്ല. ട്രീറ്റ്മെന്റ് നിരസിച്ചാൽ രണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് ഉണ്ടാവും, അതായത് ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 4 എലമെന്റ്സുകളെ വളരെ ബ്രീഫ് ചെയ്ത് 5 കമ്പോണൻസ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതായത് ഏതൊക്കെ കമ്പോണൻസുകളാക്കിയിട്ടാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്? ഡയഗ്നോസിസ് അല്ലെ, ഏത് ചികിത്സയാണ്, ഏതാണ് രോഗാവസ്ഥ എന്ന് നമ്മൾ പറയുന്നു. നിർദ്ദേശിച്ച ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു.
കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റിലുള്ള ബെനിഫിറ്റ്സും റിസ്കുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. മറ്റ് ചികിത്സാ പദ്ധതികൾ ഏതൊക്കെയാണ്, അതിലുണ്ടാവുന്ന റിസ്കും ബെനിഫിറ്റ്സും പറയുന്നു. ഇനി ഇയാള് ചികിത്സ നിരസിച്ചു കഴിഞ്ഞാൽ അല്ലെ, നിരസിച്ചു കഴിഞ്ഞാൽ എന്താണ്, റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപകട സാധ്യതകളും ഗുണങ്ങളും ഒക്കെയാണ് നമ്മൾ എന്തിലും പറഞ്ഞു കൊടുക്കുന്നത്, ലാസ്റ്റത്തെ ആ ഒരു കമ്പോണൻസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ നോക്കുമ്പോൾ, കറന്റ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ നോക്കുമ്പോൾ ഈ 5 കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൺസേൺസ് പേഷ്യൻസിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാത്രമാണ് അയാളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സമ്മതം നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ആരും മനസ്സിലായില്ല പിള്ളേരെ? അത് മനസ്സിലായാൽ മതി. യെസ്, നമ്മള് കൺസേണുമായി ബന്ധപ്പെട്ട 3 കോണ്ടെക്സ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞ കാര്യങ്ങള്? ഇല്ലെങ്കിൽ ഇവിടെ തന്നെ പറയണേ പിള്ളേരെ, മനസ്സിലായില്ല എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടോ? ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടോ? ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടോ? യെസ് ഓർ നോ? ഇഷ്ടമാണോ? ഇഷ്ടമാണ്. യെസ്. ഈ ഒരു ടോപ്പിക് ടീച്ചർ ആണോ നിങ്ങൾ ക്ലാസ് എടുക്കുമോ? ആരെങ്കിലും ഒരാള്? വൈ ഈസ് ഇൻഫോംഡ് കൺസേൺ ഇമ്പോർട്ടന്റ് ഇൻ ഹെൽത്ത് കെയർ? എന്തുകൊണ്ടാണ് ഇൻഫോംഡ് കൺസേൺ ഹെൽത്ത് കെയറിൽ ഇമ്പോർട്ടന്റ് ആണെന്ന്, പ്രാധാനമാണെന്ന് പറയാൻ കാരണം? വളരെ കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. അടങ്ങിയിട്ട് എടുക്കാൻ മുതൽ ഇപ്പല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ. ആര് പ്രിപ്പയർഡ് ആവും? ആര് പ്രിപ്പയർഡ് ആവും? നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? എന്നും നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ശരിയാവില്ല. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. എക്ചേരി നമുക്ക് ആക്ടിവിറ്റീസ് കൊണ്ടുവരണം, അതാണ് നല്ലത്. ആരെടുക്കും? റെഡിയാണോ? ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് കൊടുക്കാം. ആരെടുക്കും ക്ലാസ്? എങ്ങനെ എടുക്കണേന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. മെറിൻ പറയുന്നു. മെറിൻ വില്ലിംഗ് ആയി വന്നിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല ക്ലാസ് കൊടുക്കാം. എങ്ങനെ എടുക്കേണ്ടത്? ഇത് ടീച്ചർ എടുക്കുന്ന പോലെ ഫസ്റ്റ് നാളത്തെ ക്ലാസ് ആണെങ്കിൽ നാളെ ഈ PDF ഇവിടെ സ്ക്രീനിൽ ഉണ്ടായിരിക്കും. ആ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആരാണോ ചെയ്യുന്നത്? മെറിനല്ലേ? മെറിൻ ലിബിന. ഓക്കെ, റെഡി അല്ലേ? ഇഷ്ടമുള്ള രീതിയിൽ ബ്രീഫ് ചെയ്ത് മാത്രം പറഞ്ഞാൽ മതി, ഒരുപാട് സമയമൊന്നും എടുക്കരുത് കേട്ടോ. നമുക്ക് നാളെ മെറിൻ ലിബിനയുടെ ക്ലാസ് എടുക്കാം. എന്തുകൊണ്ടാണോ താൻ സമ്മതിച്ചത് ക്ലാസ് എടുക്കാന്ന്? എന്തുകൊണ്ടാണോ? അത് പറഞ്ഞു പോയതാണ് മനസ്സിലായി. ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് എടുക്കുക, നല്ല കാര്യമല്ലേ എടുക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് PG തീരുന്നേക്കും ഇതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ ചെറിയ ഇതൊക്കെ എളുപ്പമായതൊന്ന് മാത്രമായിട്ടാണ് തന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അവസരം തരാം കേട്ടോ. നല്ല കാര്യമല്ലേ? അപ്പൊ നമ്മൾ ആ ക്ലാസ്സിന്റെ ബോർഡിലേക്ക് അങ്ങ് മാറും. ശരി, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് വായിക്കുക. അടുത്ത ദിവസം മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. മെറിൻ അപ്പൊ നാളെ റെഡി ആവണം കേട്ടോ. ഫസ്റ്റ് പീരീഡ്, ഫസ്റ്റ് അല്ല, നാളെ സെക്കൻഡ് പീരീഡ് അല്ലേ? സെക്കൻഡ് പീരീഡ്. ഓക്കെ, മെറിന് പറ്റുന്നത് പോലെ എടുത്താൽ മതി. ഒരു ഡിസ്കോ ടെൻഷനോ എടുക്കണ്ട. ബ്രീഫ് ചെയ്ത് പോയിന്റ്സ് അവർക്ക് എന്താണെന്ന് മാത്രം പറഞ്ഞു കൊടുക്കാം കേട്ടോ. താങ്ക് യു. ശരി.